ബെർണാബുവിന്റെ മണ്ണിലിട്ട് കൊമ്പനിയുടെ പിള്ളേർ റയലിനെ അങ്ങ് തട്ടിക്കളഞ്ഞു. റയലിന്റെ എല്ലാ മോഹങ്ങളും ഒരു 40-കാരനിൽ അവസാനിച്ച രാത്രി. അലയൻസ് അരീനയിലും കാവൽബാടനായി അയാൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഗോളടിക്കാൻ റയൽ മാഡ്രിഡ് എന്ത് ചെയ്യും? പറഞ്ഞു വരുന്നത് ന്യൂ ഇയറിനെ കുറിച്ചാണ്. റയലിന്റെ ഓരോ നീക്കങ്ങളെയും അയാൾ കൃത്യമായി വീക്ഷിച്ചതാണ്. ആ വീക്ഷണമാണ് റയലിന് ക്ഷീണമായത്. രണ്ടടിച്ച ബയേണിനെ പിടിച്ചുകെട്ടാൻ റയൽ തീർത്തും പാടുപെട്ടു. ആശ്വാസമെന്നോണം എംബാപ്പെ ഒരു ഗോൾ മടക്കിയടിച്ചു. 2012 ശേഷം ആദ്യമായാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബയേൺ മ്യൂണിക്ക് റയൽ മാഡ്രിഡിനെതിരെ ഒരു വിജയം സ്വന്തമാക്കുന്നത്. സ്പാനിഷ് മണ്ണിൽ വെച്ച് മാഡ്രിഡിന്റെ ഗർജനം അടിച്ചമർത്താൻ ബവേറിയൻ പടക്ക് സാധിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബയേൺ മ്യൂണിക്കിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. വിൻസെന്റ് കൊമ്പനിയുടെ കീഴിലിറങ്ങിയ ടീം 59% പന്ത് കൈവശം വെച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് പ്രതിരോധത്തെ വട്ടം കറക്കി. മത്സരത്തിന്റെ 16-ാം മിനിറ്റിൽ എംബാപ്പെ ആദ്യ ഗോൾ നേടാൻ തുനിഞ്ഞെങ്കിലും ന്യൂ ഇയർ തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. 17-ാം മിനിറ്റിൽ വീണ്ടും ആ കരങ്ങൾ തന്നെ റയലിന് വിലങ്ങുതൊടിയായി. ഇത്തവണ വിനിയുടെ ടേക്കായിരുന്നു. 27-ാം മിനിറ്റിൽ തിയാഗോയുടെ പിഴവിൽ നിന്നും ഒലിസക്കും ലുനിനുമിടയിൽ ഒരു 1-on-1 സിറ്റുവേഷൻ രൂപപ്പെട്ടതാണ്. അത് കൈമുതലാക്കാൻ ഒലിസക്ക് സാധിച്ചില്ല. ഒരുപാട് തവണ ശ്രമിച്ചതാണ്. റയലിന്റെ ഗോൾ പോസ്റ്റിന് മുന്നിലും പന്തടക്കത്തോടെ ലോസ് ബ്ലാങ്കോസിന്റെ പ്രതിരോധത്തിന് ഭീഷണി ഉയർത്തിയതാണ്. ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. സഹതാരങ്ങളുടെ നീക്കം മനസ്സിലാക്കി ലൂയിസ് ഡിയാസ് ആദ്യമായി ഒരു സേഫ് സോണിലേക്ക് തിരിഞ്ഞതാണ്. അങ്ങോട്ട് തന്നെയാണ് ഒലിസയുടെ പാസും എത്തിയത്. മുന്നിലുള്ളത് ലുനിൻ മാത്രം. ആരവങ്ങളാൽ ആർത്തിരമ്പിയ ഗാലറി പൊടുന്നനെ നിശബ്ദമാകുന്നു. 41-ാം മിനിറ്റിൽ ലൂയിസ് ഡയസിന്റെ അവതരണം. അത്ര നേരം റയലിന്റെ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്നത് ഈയൊരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഒരു ബയേൺ ആരാധകരും ആഹ്ലാദത്താൽ മതിമറഞ്ഞ് ആഘോഷിക്കുന്നു. മൈതാന മധ്യത്ത് നിന്ന് ചൗമേനി ഒരു നീക്കം ആരംഭിക്കാൻ തുനിഞ്ഞതാണ്. പൊടുന്നനെ ഓടിയെടുത്ത പാബിലോവിച്ച് പന്ത് തട്ടിയെടുത്ത് നാബ്രിയിലേക്ക് പന്തിനെ നീക്കുന്നു. റയലിന്റെ ഗോൾ മുഖത്ത് വീണ്ടും ഒരു അപായ സൂചന. ബയേണിന്റെ ഗോൾ വെട്ടക്കാരൻ ഹാരി കെയ്ന്റെ ടെർമിനൽ ബാലിസ്റ്റിക് റയലിന്റെ ഗോൾ വല തുളക്കുന്നു. വിനീഷ്യസിനെ ലക്ഷ്യമാക്കി ഒരു ലോങ് ബോൾ എത്തിയതാണ്. പ്രതിരോധ നിരയെയും മറികടന്ന ബോൾ വിനി കാലിലൊതുക്കിയത് പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കി നിന്നത്. മുന്നിലുള്ളത് ന്യൂ ഇയർ മാത്രമായിരുന്നു. മറ്റു പല ശ്രമങ്ങളും അയാൾക്ക് ട്രൈ ചെയ്യാമായിരുന്നു. നേരെ ഒരു ഷോട്ടിന് മുതിർന്ന വിനിക്ക് പന്തിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. പിന്നാലെ എംബാപ്പയ്ക്കും പിഴച്ചു. എങ്കിലും രണ്ടാം പകുതിയിൽ ചിത്രം മാറി മറഞ്ഞു. 46-ാം മിനിറ്റിൽ 2-0 മുന്നിലിരുന്നിട്ടും കളി പൂർണ്ണമായും നിയന്ത്രിക്കാൻ ബയേണിന് സാധിച്ചില്ലായിരുന്നു. മാഡ്രിഡ് താരങ്ങളുടെ തനത് ശൈലിയിൽ തിരിച്ചുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബയേൺ താരങ്ങളെ ക്ഷീണം കാര്യമായി ബാധിച്ചതായി രണ്ടാം പകുതിയിൽ വ്യക്തമായിരുന്നു. ഫ്രീബർഗിനെതിരെയുള്ള 100 മിനിറ്റ് നീണ്ട പോരാട്ടത്തിനും അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും ശേഷം എത്തിയ തങ്ങൾക്ക് തങ്ങളുടെ ഗഗൻ പ്രസിംഗ് ശൈലി തുടരാനായില്ല. രണ്ടാം പകുതിയിൽ 57% പൊസിഷനുമായി റയൽ മാഡ്രിഡ് കളം നിയന്ത്രിച്ചു. ഒരു ചാൻസ് പോലും രൂപപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അവസ്ഥയായിരുന്നു. ട്രെൻഡ് എല്ലാം മനസ്സിലാക്കി ശരവേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നു. ആ നീക്കം മനസ്സിലാക്കിയ വാൽവർദെ അയാളിലേക്കൊരു നീളൻ പാസ് നീട്ടി. അത് പിടിച്ചെടുത്ത് ബയേൺ പ്രതിരോധ താരങ്ങളെ കാഴ്ചക്കാരാക്കി എംബാപ്പയ്ക്ക് പാകത്തിൽ പന്തിനെ വീണ്ടും നീക്കിക്കൊടുക്കുന്നു. മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ച് എംബാപ്പെ തിരിച്ചുവരവിന്റെ സിഗ്നൽ തന്നതായിരുന്നു. പിന്നീട് ബയേണിന്റെ പ്രതിരോധവും കാവൽബടനും റയലിന് കെടുത്താൻ കഴിയാത്തൊരു കനലായി മാറുകയാണ്. ബയേണിന്റെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഗോൾ കീപ്പർ മാനുവൽ നൂയറാണ്. തന്റെ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നടത്തിയ അത്ഭുതകരമായ സേവുകളാണ് മാഡ്രിഡിന് കൂടുതൽ ഗോളുകൾ നിഷേധിച്ചത്. അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് അവാർഡും അയാൾ തന്നെയാണ് സ്വന്തമാക്കിയതും. ഫ്രഞ്ച് താരം മൈക്കൽ ഓലിസ് വലതുവശത്ത് കരാരസിനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ട്രിബിളിങ്ങിലും ഡൂവലുകളിലും ഒലീസ് പുലർത്തിയ ആധിപത്യം ബയേൺ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. ലിവർപൂളിന്റെ മുൻ സഹതാരങ്ങളായ ട്രെൻ അലക്സാണ്ടർ അർണോൾഡും ലൂയിസ് ഡയസും തമ്മിലുള്ള പോരാട്ടം മത്സരത്തിൽ ശ്രദ്ധേയമായിരുന്നു. ട്രെന്റിന്റെ ശക്തമായ പ്രതിരോധം ഡയസിന്റെ പല നീക്കങ്ങളെയും തടഞ്ഞു നിർത്തി. വിൻസെന്റ് കൊമ്പനി രണ്ടാം പകുതിയിൽ സ്വീകരിച്ച ലോ മിഡ് ബ്ലോക്ക് പ്രതിരോധ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു.
എംബാപ്പയെയും വിനീഷ്യസിനെയും അകറ്റി നിർത്താൻ ഇത് സഹായിച്ചു. മത്സരത്തിൽ സാങ്കേതികമായി പിന്നിലായിരുന്നിട്ടും തോൽക്കാൻ മനസ്സില്ലാത്ത മാഡ്രിഡിന്റെ പോരാട്ട വീര്യം രണ്ടാം പകുതിയിൽ ദൃശ്യമായിരുന്നു. ആദ്യ പകുതിയിൽ ലഭിച്ച സുവർണാവസരങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ബയേണിന് 3-4 ഗോളുകൾക്ക് വിജയിക്കാമായിരുന്നു. ഭാഗ്യം തുണക്കാറുള്ള മാഡ്രിഡിന്റെ മണ്ണിൽ ഇത്തവണ എതിരാളികൾക്ക് മുന്നിൽ ലോസ് ബ്ലാങ്കോസ് പതറിപ്പോയി. എംബാപ്പ പാഴാക്കിയ അവസരങ്ങളും പ്രതിരോധത്തിലെ പിഴവുകളും അവരുടെ അജയ്യതക്ക് ഒരു ചെറിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. 2-1 എന്ന സ്കോർ നിലയുമായി സ്വന്തം തട്ടകമായ അലയൻസ് അരീനയിലേക്ക് മടങ്ങുമ്പോൾ ബയേണിന് നേരിയ മുൻതൂക്കമുണ്ട്. എങ്കിലും മാഡ്രിഡിനെ ഒരിക്കലും കുറച്ചു കാണാൻ സാധിക്കില്ല. അരീനയിലെ അലകടലായി വെമ്പിൽ കൊള്ളുന്ന ബയൺ ഗാലറിക്ക് മുമ്പിൽ ഒരു കംബാക്ക് സെലിബ്രേഷൻ നടത്താൻ അൽവാരയുടെ പിള്ളേർക്ക് സാധിക്കുമോ? ആരാധകർ കാത്തിരിക്കുകയാണ്.